എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ കേരളം ബൂത്തിലേക്ക്. എന്നാൽ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ പറയാൻ പോകുന്ന ആര് ജയിക്കും, ആര് പരാജയപ്പെടും എന്നുള്ള, എത്ര സീറ്റ് കിട്ടും എന്നുള്ളതിനെ പറ്റിയല്ല, മറ്റ് ചില വിഷയങ്ങളിലേക്ക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് CPM-ഉം കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ ഭാഗങ്ങളാണല്ലോ. എന്നാൽ ഇത് പിന്നെ കേരളത്തിൽ ഈ CPM-ഉം പിന്നെ കോൺഗ്രസും നേരിട്ടാണല്ലോ മത്സരിക്കുന്നത്. ആകെയുള്ള 20 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി 18-ലും നേരിട്ട് മത്സരിക്കുമ്പോൾ 2 മണ്ഡലങ്ങളായ തിരുവനന്തപുരവും തൃശ്ശൂരും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ കോൺഗ്രസും CPM-ഉം നേരിട്ട് മത്സരിക്കുന്നത്? അതിന് വല്ല പല കാരണങ്ങളുണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത്. അതിനെപ്പറ്റി നമുക്കൊരു അവലോകനം. തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ പറഞ്ഞ പോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഈ CPM ഉൾപ്പെടുന്ന LDF-ഉം കോൺഗ്രസ് ഉൾപ്പെടുന്ന UDF-ഉം. അപ്പം ഈ രണ്ട് പാർട്ടികൾക്കും എത്ര സീറ്റ് കിട്ടിയാലും അതെല്ലാം അൾട്ടിമേറ്റ്ലി ഇന്ത്യ മുന്നണിയാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം പലരും ചോദിക്കും, എന്താ പിന്നെ ഇവര് ഈ സീറ്റുകൾ വിഭജിച്ചെങ്ങും മത്സരിച്ചാൽ പോരായിരുന്നു. അപ്പം അങ്ങനെ മത്സരിക്കുവാണെങ്കിൽ ഈ ത്രികോണ മത്സരം നടക്കുന്നിടത്ത് പിന്നെ BJPക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെന്നുള്ള ഒരു റിസ്ക് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ വരുമ്പം നമുക്ക് തോന്നും, അത് എന്തുകൊണ്ടാണ് പിന്നെ ഇവരെ ഇങ്ങനെ, അതായത് ഇവരെ ഇങ്ങനെ ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പം രാഹുൽ ഗാന്ധി പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്നു പറഞ്ഞാൽ മോഡിയെ അറ്റാക്ക് ചെയ്തു. ഫസ്റ്റിൽ മോഡി എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അഗൻസ്റ്റ് ആയിട്ടുള്ള, മോഡി എന്നുള്ളതല്ല, സെൻട്രൽ ഗവൺമെൻറ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ അഗൻസ്റ്റ് ആയിട്ടുള്ള കേസുകളല്ലേ പലതിനകത്തും വളരെ മെല്ലെപ്പോക്ക് പോകുന്നത്. അപ്പോൾ അതുപോലെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മോഡിയെ രൂക്ഷമായിട്ട് വിജയിക്കാത്ത? അതിൽ മോഡിയെ ഒരു സോഫ്റ്റ് കോർണറും കോൺഗ്രസ് സ്വന്തം അലയൻസിലുള്ള കോൺഗ്രസിനോട് ഭയങ്കര വൈരാഗ്യവും അല്ലെങ്കിൽ എതിർപ്പും കാണിക്കുന്ന ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഈ രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നതിനെ പറ്റിയൊക്കെ ഒത്തിരി ഇതുണ്ടാക്കുകയും രാഹുലിന് അഗൻസ്റ്റായിട്ട് ധാരാളം പ്രചരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അതങ്ങനെ ചോദിച്ചത്. അപ്പോൾ അതിന് പകരമായിട്ട് പിണറായി വിജയന് രാഹുൽ ഗാന്ധിയെ അവഹേളിക്കാനും പണ്ട് വിളിച്ചിരുന്ന പപ്പു എന്നൊക്കെയുള്ള രീതി, വിളിപ്പിക്കരുതെന്നൊക്കെയുള്ള രീതിയിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഏറ്റവും അവസാനം ഇവരുടെ ഒരു സഹയാത്രികനായ MLA PV അൻവർ വളരെ അധിക്ഷേപകരമായ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തി. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും അതെന്താണ് അങ്ങനെയെന്ന് ചോദിക്കും. അപ്പം ഞങ്ങളുടെ നിഗമനത്തിൽ 2-3 കാര്യങ്ങളാണ് ബേസിക്കായിട്ട്. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ഇതിനകത്തുണ്ടോ എന്ന് പറയും. പണ്ട് മുതലേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാർട്ടി ജയിക്കുമ്പം പറയും മറ്റേ പാർട്ടി ഇവർക്ക് വോട്ട് മറിച്ചു കൊടുത്തു, ഇവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ആണെന്നൊക്കെ പറയും. പക്ഷേ ഇത് ആ രീതിയിലല്ല ഞങ്ങൾ പറയുന്നത്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ ത്രികോണ മത്സരമുള്ള നിയോജകമണ്ഡലങ്ങളിൽ അതുപോലെ LDF ജയിക്കാൻ ഒരു സാധ്യതയില്ലെന്ന് അവർ തന്നെ കരുതുന്ന മണ്ഡലങ്ങളിലൊക്കെ ഏതെങ്കിലും രീതിയിൽ BJPയെ ജയിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ CPM ചെയ്യുന്നൊരു നല്ലൊരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ മനസ്സിലുണ്ടാക്കുന്ന രീതിയിലാണ് അവിടെ കൊടുക്കുന്നത്. കാര്യം CPM മറ്റുള്ള നേതാക്കന്മാർ വരെ ഈ NDAയുടെ നല്ല സ്ഥാനാർത്ഥികളാണെന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഇറങ്ങിയിട്ടുണ്ട്. മനസ്സിലല്ലേ? അവർ മോദിയെയും BJPയെയും വിമർശിക്കുന്നതിനേക്കാൾ രൂക്ഷമായിട്ടാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നതെന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പം ഈ ഗിവാൻഡിങ് എന്ന് പറഞ്ഞപ്പോൾ ഇത് ചെയ്യുമ്പം നമ്മൾ വായിക്കേണ്ടത് ഈ ലാവ്ലിൻ കേസ് ഒരു 10-30 പ്രാവശ്യം മാറ്റി വയ്ക്കുക. അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അല്ല ഇത് മാറ്റി വയ്ക്കുന്നത്, സുപ്രീം കോടതിയാണ് അത് വായിക്കുന്നത്. അതിനകത്ത് പക്ഷേ CBI എന്ന് പറയുന്ന സെൻട്രൽ ഏജൻസി ഇവിടെ കീഴിലുള്ളതാണ്. അവരുടെ കൗൺസിൽ അല്ലെ അവരുടെ പ്രതിനിധിയാണ് അവിടെ പോയിട്ട് ഒന്നുകിൽ ഈ കേസ് എത്രയും വേഗം വേണമെന്ന് അവിടെ സുപ്രീം കോടതിയെ വാദിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യും.
അല്ലെങ്കിൽ അവർ പല പ്രാവശ്യം ഈ കേസ് മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരതിനുവേണ്ടി ഒരു ഊർജ്ജം കാണിച്ചിട്ടുള്ളതെന്നുള്ളതാണ് സത്യം. അതുകൊണ്ടായിരിക്കും ഒരു 30 പ്രാവശ്യമായി ഈ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 1-ാം തീയതി ഏതായാലും സുപ്രീം കോടതി അത് മെയ് 1-ാം തീയതി കേൾക്കാൻ വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴത്തേക്ക് ഇവിടുത്തെ കേരളത്തിലെ ഇലക്ഷനൊക്കെ കഴിയുമല്ലോ. അത് ഒരു കോയിൻസിഡൻസ് ആയിരിക്കും, പക്ഷെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പം അതിന് പകരമായിട്ടാണ് ഈ പറഞ്ഞ പോലെ, അതുപോലെ തന്നെയാണ് ഈ വീണ വിജയന് എഗൻസ്റ്റ് ആയിട്ടുള്ള SFOS അന്വേഷണം 8 മാസത്തെ കാലാവധി കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ചെറിയൊരു കമ്പനിയുടെ ഈ അന്വേഷണത്തിന് 1 മാസം പോലും ആക്ച്വലി ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം മറ്റുള്ള കേസുകളിൽ ഇപ്പം മറ്റുള്ള ഓപ്പോസിഷനിൽ സൊറാൻ്റെ ആയാലും കേജ്രിവാൾ ആയാലും കവിതയുടെ ആയാലും ഒക്കെ ഇതൊക്കെ എത്ര ചടുലമായ എത്ര ദ്രുതഗതിയിൽ ഓരോ അന്വേഷണങ്ങൾ നടത്തി FIR അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയ സമയം വരുമ്പോൾ ഇതിനൊക്കെ ഇത്രയും സമയമെടുക്കുന്നത് എന്തിനാണെന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടോ, ഒരു കൊടുക്കൽ വാങ്ങലുണ്ടോ എന്ന് നമുക്ക് തോന്നുന്നത്. ഇത് രണ്ടാമത്തേത്, ഈ CPM ഇപ്പോൾ ഒരു നാഷണൽ പാർട്ടിയാണ്. പിന്നെ ഒരു പാർട്ടി നാഷണൽ പാർട്ടിയാണെങ്കിൽ അതിൽ ചില നിബന്ധനകളുണ്ട്. അപ്പം അതിനകത്ത് ഒരു നിബന്ധനയാണ് ഇപ്പോൾ ഇതിനകത്ത് റിലവൻ്റ് ആയിട്ടുള്ളത്. അതായത് 3 സംസ്ഥാനങ്ങളിലെങ്കിലും മിനിമം 3 സംസ്ഥാനങ്ങളിലും കൂടെ ഒരു 11 MP പാർലമെൻറ്റ് സീറ്റ് ഉണ്ടായിരിക്കണമെന്നുണ്ട്. അപ്പം അത് മറ്റുള്ള നിബന്ധനകൾ ചിലപ്പോൾ CPM-ന് ചില ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അത് നിലനിർത്താൻ ഇതാണ് ഏറ്റവും വലിയ അപ്പം അത് ചെയ്യാൻ അതിനു വേണ്ടി കേരളത്തിൽ നിന്ന് മാത്രം വേണം, 3 മിനിമം സംസ്ഥാനങ്ങളിൽ നിന്നെങ്കിലും വേണം. തമിഴ്നാട്ടിൽ കാണാം, വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിലനിർത്താൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ നാഷണൽ പാർട്ടി എന്നുള്ള ലേബിൾ പോവും, ചിലപ്പോൾ അവരുടെ ചിഹ്നം തന്നെ നഷ്ടപ്പെട്ടു പോകും. അത് അവർക്ക് സംബന്ധിച്ചോളം വളരെ പരിതാപകരമായ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ മൂന്നാമത്തേതാണ് വേറെ ഒരു ആഴ്ച. അതെ അതായത് അതെ. അപ്പം ഈ ഇന്ത്യ മുന്നണി ജയിക്കുവാണെങ്കിൽ ഒരു മൃഗീയ ഭൂരിപക്ഷമൊന്നും കാണത്തില്ല, ഒരു വളരെ മാർജിനലായിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ്. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ 15 സീറ്റ് 20 സീറ്റൊക്കെ വളരെ വളരെ നിർണായകമായിരിക്കും. അപ്പം CPM-ന് വേണമെങ്കിൽ ഒരു വിലപേശൽ നടത്താം. പിണറായി വിജയനെ പ്രൈം മിനിസ്റ്റർ ആക്കണം എങ്കിലേ സപ്പോർട്ട് ചെയ്യുന്നു. പണ്ട് ജ്യോതി ബാസുവിന് പല പ്രാവശ്യം ഇങ്ങനെ അവസരം കിട്ടി, അവരുടെ പാർട്ടി അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ഇതൊരു ചരിത്രപരമായ മണ്ടത്തരമായി പോയെന്ന് പല പ്രാവശ്യം പാർട്ടി പിന്നീട് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മണ്ടത്തരം ഇപ്പം വരണ്ടായെന്നോ പിന്നെ പിണറായിയുടെ ഒരു മോഹവുമായിരിക്കും അത്. അപ്പം അത് സാധിക്കാനും സീറ്റുകൾ വേണമല്ലോ. സീറ്റുകൾ ഉണ്ടെങ്കിലല്ല ഈ ബാർഗൈനിങ് നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഞാനൊരു കേട്ടതാണ്, പിന്നെ ഒരു അന്തർദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായി പിണറായി വിജയൻ വേണം. അന്തർദേശീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടെയാണ് കമ്മ്യൂണിസം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിലും പിന്നെ ചൈനയിലെ കമ്മ്യൂണിസം ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം എനിവേ അങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഇതാണെന്ന് പറഞ്ഞാൽ ആരോ പുസ്തകം എഴുതുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതുമായിട്ട് കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുക മോഹങ്ങൾ, പിണറായി വിജയൻ്റെ മോഹങ്ങൾ എന്താണെന്നൊക്കെ. അപ്പോൾ അത് പ്രൈം മിനിസ്റ്റർ ആകുക എന്ന് പറയുന്നത് ഒരു മോഹമായിരിക്കും. അപ്പോൾ അങ്ങനെ അതുപോലെ നമ്മൾ ഞാൻ കേട്ടതാണ്, വായിച്ചിട്ടുണ്ട്, ന്യൂസ് അവറിലും ഒക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഈ മോഡിയും നമ്മുടെ പിണറായിയും തമ്മിൽ രാഷ്ട്രീയ ഇതിൽ ഏകദേശം ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ടെന്ന്. അതെ, ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ് അവരുടെ രണ്ടുപേരുടെയും ചിന്തകൾ, അവരുടെ തമ്മിലുള്ള ഈ PR വർക്കുകൾ ഓരോന്നും നോക്കിയാൽ ഒത്തിരി സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ? അതെ അതെ. അതുകൊണ്ടാണല്ലോ പിണറായി വിജയനെ മുണ്ടെടുത്ത മോഡി എന്നൊരു പേര് തന്നെ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഇവർ ഒത്തിരി സിമിലർ അവരുടെ രാഷ്ട്രീയ എനിക്കറിയത്തില്ല മോഡി പിണറായിക്ക് പഠിച്ചാണോ പിണറായി മോഡിക്ക് പഠിച്ചാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവർ തമ്മിൽ ഈ മറ്റുള്ള രാഷ്ട്രീയ എതിരാളികളെ പ്രതിയോഗികളെ അടിച്ചമർത്തുന്നത്, അവരെ ഇല്ലാതാക്കുന്നത്, വാഗൊണ്ടും അല്ലാത്ത പ്രവർത്തനം കൂടെ രാഷ്ട്രീയ പ്രവർത്തനം കൂടെ മറ്റുള്ള ഏജൻസികളെ പോലീസിനെയും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇവരുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇവർ ഏതറ്റം വരെയും പോയിട്ട് PR വർക്കോ അങ്ങനെ പല അവരുടെ ഉദ്യോഗസ്ഥ ബന്ധങ്ങളെയും അവരുടെ അണികളെയും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇതെല്ലാം ഭയങ്കര സിമിലാരിറ്റീസാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ മൂന്നാമത് പറഞ്ഞ കാരണം മോഡിക്കും ഇങ്ങനെ അധികാരം ഭയങ്കര ഒരു ലഹരി തന്നെയാണ്. അപ്പം അത് ഒരു ഇതാണ്. എന്താ പറയുക, നാളെ അപ്പം ഇലക്ഷൻ അല്ല, പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം ഈ
നിക്ഷേപത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മോഡി അതെ അതെ, അതായത് അങ്ങനെ ഒരു, അതായത് ഈ ആദ്യഘട്ട ഫസ്റ്റ് ഘട്ട ഇലക്ഷൻ കഴിഞ്ഞപ്പം BJP അവിടെ പരാജയപ്പെടുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം പിന്നെ ഒരു മോഡിയുടെ ഒരു സ്പീച്ചിൽ ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട്, അതായത് മതത്തോട് അനുബന്ധിച്ചായിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ അതിനൊരു തീരുമാനം എടുത്തിട്ടില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ, പക്ഷെ അവിടെ മൗനതയിലാണ് പോകുന്നത് അല്ലേ? അതെ അതെ, അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്കിപ്പോഴും ഒരു തോന്നൽ ഇതൊരു ഫെയർ അൺഫെയർ ഇലക്ഷൻ ഫെയർ ആയിരിക്കുമെന്നത്. ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ ഫെയർ ആയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഒരു ഫെയർ ഇലക്ഷൻ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പലരുടെയും ഒരു തോന്നൽ. അപ്പം ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുന്നത്, ഈ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം ആ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ ഇനി അവർ അവലോകനം ചെയ്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവരുടെ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ അതെല്ലാം കോടതി. അപ്പം അത് പിന്നെ വേറൊരു കാര്യം ആലോചിക്കണം. ഇതാണെന്ന് പറഞ്ഞാൽ നമുക്ക് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ 3 കമ്മീഷണർമാരെയും ഇപ്പോൾ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായിരുന്നു, ഇവിടെ രാജിവെച്ചതിന് ശേഷം ഇപ്പോൾ ഈ 3 പേരും അവരുടെ സർക്കാരിൻ്റെ പ്രതിനിധികളാണ്. കാര്യം സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസൂടെ ഇവരുടെ പാനൽ ഉണ്ടായിരിക്കണം ഇത് സെലക്ട് ചെയ്യുന്നത്. അതവർ ലോ അമെൻഡ് ചെയ്തിട്ട് അതിന് പകരം വേറൊരു മന്ത്രിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു 1 സൈഡഡ് ഇലക്ഷൻ. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും ഒപ്പോസിഷന് ഒരാൾ മാത്രമേ ഉള്ളൂ. ഒപ്പോസിഷൻ്റെ ലീഡറെ പിന്നെ അതിനെ എതിർത്തത് കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം വിയോജനക്കുറിപ്പ് പൊതുവെയുണ്ട്. അപ്പം ഇതൊരു 1 സൈഡഡ് ഒരു നോമിനേഷൻ പോലെയാണ്. അപ്പോൾ ആ നോമിനേഷനിൽ അവരുടെ ആൾക്കാരെയാണ് എന്നുള്ളത് നമ്മൾ ക്രെഡൻഷ്യൽസ് വെച്ചാൽ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ഷൻ കമ്മീഷൻ എത്രമാത്രം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പം BJPക്കും പിന്നെ സർക്കാരിനും അവരുടെ പാർട്ടിയിലെ നേതാക്കന്മാർക്ക് അഗൻസ്റ്റായിട്ട് എത്ര ശക്തമായിട്ട് നിൽക്കുമെന്നുള്ളത് നമുക്കൊരു സംശയമുള്ള ഒരു കാര്യം തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫെയർ ഇലക്ഷൻ കാര്യം. അപ്പോൾ അതിന് ഇപ്പോൾ VVPAT എന്ന് പറയുന്നതിനെ പറ്റി ഒത്തിരി EVM-നെ പറ്റി ഒത്തിരി അലിഗേഷൻസ് ഉണ്ടായിരുന്നു. VVPAT-ൻ്റെ ഒരു കേസ് ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതിയിൽ അത് വന്നു. സുപ്രീം കോടതി അതിൻ്റെ വിധി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്കറിയാം ആ വിധി എങ്ങനെയാണ് വരാൻ പോകുന്നത്. അതായത് ഇതൊരു ECI ഇലക്ഷൻ കമ്മീഷൻ വേറൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ സുപ്രീം കോടതിക്ക് ഇലക്ഷൻ നടത്തിപ്പിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ളതായിരിക്കും വിധി വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ അത് അടഞ്ഞ ഒരു അധ്യായമാണ്. ഇപ്പം എന്താണ് ഈ വോട്ട് ചെയ്യുന്ന ആൾക്ക് ഞാൻ ചെയ്ത വോട്ട് ഞാൻ ചെയ്ത ആൾക്ക് തന്നെയാണ് റെക്കോർഡ് ചെയ്തതെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണിത്. ഒരു സ്ലിപ്പ് അതിനകത്ത് ഉണ്ടാവും. ആ സ്ലിപ്പ് എന്നിട്ട് നമുക്ക് ഒരു വിൻഡോയിൽ കൂടെ കാണാൻ പറ്റും. എന്നിട്ട് അതൊരു സീൽഡ് കവറിൽ പോകും. അത് പിന്നീട് വെരിഫൈ ചെയ്യാൻ ഉപയോഗിക്കും. അപ്പോൾ അറ്റ് ദ മോമെൻറ്റ് അസംബ്ലി സീറ്റിൽ പാർലമെൻറ്റ് അസംബ്ലി സീറ്റിലെ 5 EVM മാത്രമേ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഒപ്പോസിഷൻ ആദ്യം വെച്ചാൽ 100% ചെയ്യണം, പിന്നീട് അത് 50% പിന്നെ 25% വരെ അല്ലെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതും പിന്നെ സുപ്രീം കോടതി സമ്മതിക്കുമെന്ന് അതിനെ അതിനെ സപ്പോർട്ടായിട്ടുള്ള ഒരു വിധിയായിരിക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എനിവേ ഇപ്പം നമ്മൾ കേരളത്തിലെ ഇലക്ഷനെ പറ്റിയാണ്, കേരളത്തിൽ നടന്നതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഇടയ്ക്കൊന്ന് വ്യതിയാനപ്പെട്ടു പോയി. എനിവേ ഇതെല്ലാം കോറിലേറ്റഡാണ്. എനിവേ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന വിശാല മുന്നണി ഈ BJPയെ NDAയെ എതിർക്കുക, അവരിലെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്നുള്ള ഒരു വിശാല ലക്ഷ്യം, ഒരു ബ്രോഡറായിട്ടുള്ള ഒബ്ജക്റ്റീവിലാണ് ഉണ്ടായത്. പക്ഷേ കേരളത്തിൽ CPM സെപ്പറേറ്റ് ആയിട്ട് കോൺഗ്രസിനെ അഗൻസ്റ്റായിട്ട് ഇരിക്കുന്നു. വെസ്റ്റ് ബംഗാളിൽ TMC സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് എത്രമാത്രം കോഹസീവായിട്ടുള്ള ഒരു മുന്നണിയാണ്, ഒരു മുന്നണിയാണ്. ഇത് എത്രമാത്രം ഇതിൻ്റെ ഒബ്ജക്റ്റീവ് സ്ഥാപിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് സംശയമുണ്ട്. പക്ഷേ ഇത് ഇങ്ങനെ അതായത് ഓരോ പാർട്ടികളുടെയും ഓരോ നേതാക്കന്മാരുടെയും സ്ഥാപിത താല്പര്യങ്ങൾ, അവരുടെ സ്വകാര്യമായ അഭിലാഷങ്ങൾ, ഇപ്പം മമതാ ബാനർജി പറഞ്ഞോ അവർ ലീഡ് ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും ഈ ഇന്ത്യ മുന്നണി അധികാരത്തിൽ എത്തിക്കാൻ പറ്റത്തില്ല. ആദ്യം ഇവരൊരു കോഹസീവായിട്ടുള്ള, അതായത് അവരുടെ ആ ഒബ്ജക്റ്റീവിന് വേണ്ടി എന്ത് സാക്രിഫൈസ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലായിരിക്കണം
അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ എനിക്ക് പ്രധാനമന്ത്രിയാവണം, എൻ്റെ പാർട്ടി ലീഡ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരിക്കലും നന്നായിട്ട് പോകാൻ പറ്റും. ഇപ്പം അതിന് ഏറ്റവും നല്ല ഉദാഹരണം പറഞ്ഞാൽ DMK ആണ് തമിഴ്നാട്ടിൽ. അവരങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അവർക്ക് നയിക്കണമെന്നും. അത് തന്നെയല്ല, അവരുടെ കൂടെ നിൽക്കുന്ന എല്ലാ ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് പാർട്ടികൾക്ക്, ഈ CPM-നും കോൺഗ്രസിനും മറ്റുള്ള പാർട്ടികൾക്കും ഒക്കെ ഒരു മര്യാദ രീതിയിൽ അവർ സീറ്റുകൾ കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ബ്രോഡർ ഒബ്ജക്റ്റ്. അതായത് ആ ഒരു ബ്രോഡർ ഒബ്ജക്റ്റീവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളത്. ആ സാക്രിഫൈസിൽ കൂടെ മാത്രമേ ഈ NDA തോൽപ്പിക്കാൻ പറ്റൂ. അല്ലാതെ ഈ പിണറായി വിജയൻ്റെ മോഹങ്ങളും CPM-ൻ്റെ ചില സ്ഥാപിത താല്പര്യങ്ങളും മമതാ ബാനർജിയുടെ ഈഗോയും ഒന്നും കൊണ്ട് വർക്കൗട്ട് ആകത്തില്ല. ഇതെല്ലാം ഇവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പം ഇവരിപ്പം അവിടെ അവരുടെ സംസ്ഥാനങ്ങളിൽ പിന്നെ കൂടുതൽ സീറ്റ് അവർ നേടിയാൽ പോലും പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം ഈ ബ്ലോക്ക്, ഈ അലയൻസ് ഒന്നിച്ച് നിൽക്കാത്രത്തോളം കാലം ഇൻഡിവിജ്വലായിട്ട് നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഈ മുന്നണിക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നാളെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും പോയി വോട്ട് നഷ്ടപ്പെടാതെ ബുദ്ധിപൂർവ്വം വോട്ട് ചെയ്യുക. ഞങ്ങൾ ഇനിയും അതായത് 3rd ഘട്ടത്തിൻ്റെ ഇലക്ഷന് മുമ്പായിട്ട് ഈ ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.